കണ്ണൂർ വളക്കയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ വാദങ്ങൾ തള്ളി മോട്ടോർ വാഹന വകുപ്പ്. ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഡ്രൈവർ നിസാമുദ്ദീനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട്. സംസ്ഥാന പാതയിലേക്കുള്ള ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന് സാങ്കേതിക തകരാറുകൾ ഇല്ലെന്ന മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്തു. എഞ്ചിനും മറ്റ് തകരാറുകളില്ല. വാഹനത്തിന് കാലപ്പഴക്കമുണ്ടെങ്കിലും അത് അപകടത്തിന് കാരണമായിട്ടില്ലെന്ന് പരിശോധന സ്ഥിരീകരിച്ചു. ബസ്സിനൊരു തകരാറുമുണ്ടായിട്ടില്ലെന്ന് ചിന്മയ സ്കൂൾ പ്രിൻസിപ്പലും പ്രതികരിച്ചു. ഒന്നും അതിന് യാതൊരു ഇതുമില്ല. ഇപ്പം 29-ാം തീയതി ഫിറ്റ്നസ് കഴിയുമ്പോൾ ഞങ്ങളെ തളിപ്പറമ്പിലെ 3 ബസ്സും ഈ കുറുമാത്തൂരിലെ ഈ ഒരു വണ്ടിയും കൂടിയാണ് കൊണ്ടുപോയിരുന്നത്. എന്നിട്ട് എന്താണ് സീറ്റിന്റെ കവറുകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു, പെയിന്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്, ഏതായാലും ഏപ്രിൽ മാസം വരെ ഇപ്പം ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ബസ് ഓടിക്കുമ്പോൾ നിസാമുദ്ദീൻ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം ബലപ്പെടുകയാണ്. അപകട സമയത്ത് ഇയാൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനായി മോട്ടോർ വാഹന വകുപ്പ് സൈബർ പോലീസിന് സഹായം തേടിയിട്ടുണ്ട്. നിസാമുദ്ദീനെ മെഡിക്കൽ പരിശോധനയ്ക്കും പോലീസ് വിധേയമാക്കും. 24 കണ്ണൂർ.